പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന് ഏറെ പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് ടിവി നിങ്ങൾക്കായി ഒരുക്കുന്ന പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 59:18 ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻ്റെ കോട്ടയും ബലവുമായിരുന്നു. എൻ്റെ ബലവാനായവനെ ഞാൻ അങ്ങേക്ക് സ്തുതികൾ ആലപിക്കും. ദൈവമേ, അങ്ങാണ് എൻ്റെ ദുർഗം, എന്നോട് കാരുണ്യം കാണിക്കണമേ. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ കാരുണ്യത്തിനും അനുഗ്രഹങ്ങളും സ്തുതി പറഞ്ഞുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ദിവസം ആരംഭിക്കുന്ന സങ്കീർത്തകനെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തോട് നമുക്കും ചേരാൻ ഈ പ്രഭാതത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിൽ നമ്മൾ രക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ ആ കൃപ നമ്മൾ നിറയാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മളെ മാത്രമല്ല, നമ്മളായിരിക്കും നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുടുംബത്തിലുള്ളവരെ, ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആളുകളെ, നമ്മുടെ ഈ ദിവസത്തെ അധ്വാനങ്ങളെ, കഷ്ടപ്പാടുകളെ, സഹനങ്ങളെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്നെ ഈ ദിവസം ആരംഭിക്കാം. നമുക്കെല്ലാവർക്കും കണ്ണുകളൊക്കെ അടച്ച് ഈ ദിവസത്തെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈശോയ്ക്ക് സ്തുതി പറയാം. ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, കർത്താവെ സ്തോത്രം, ദൈവമേ സ്തുതി, ഹാലേലുയ 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 ആമേൻ. നമ്മൾ ഇന്ന് നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഒരു നിയോഗം പോലെ കാണുന്നത് കഷ്ടപ്പെടുന്ന ആളുകളെയാണ്. ഒരുപാട് ആളുകൾ രോഗം മൂലം കഷ്ടപ്പെടുന്നവരെ നിങ്ങൾക്ക് പരിചയമുണ്ടാകാം. അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ ആയിരിക്കാം നിങ്ങൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ കഷ്ടപ്പാടുകളെയും നമ്മളോട് കൂടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ഈ ശുശ്രൂഷ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് സഹനങ്ങളുടെ അമ്മയായ സ്ത്രീയായ പരിശുദ്ധ അമ്മയുടെ സഹായം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവോട് അപേക്ഷിക്കണമേ. ആമേൻ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമ്മളിന്ന് നമ്മുടെ വചനത്തിൻ്റെ അടിസ്ഥാനമായി എടുക്കുന്ന ഒരു വാക്യം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യ ലേഖനത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 14 മുതലുള്ള വാക്യങ്ങളാണ്. അതിങ്ങനെയാണ്: ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. അതാണ് നമ്മുടെ ചിന്തയുടെ കേന്ദ്രമായി വരുന്ന വാക്യം. ക്രിസ്തുവിൻ്റെ സ്നേഹം
ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. നമുക്കൊരു നിമിഷം വീണ്ടും കണ്ണുകളൊക്കെ അടച്ച് ധ്യാനപൂർവ്വം ഇതേക്കുറിച്ച് ഓർക്കാം. നമ്മളിൽ എന്തുമാത്രം സ്നേഹമുണ്ട്, ക്രിസ്തുവിനോടുള്ള സ്നേഹമുണ്ട് നമുക്ക് ഓർക്കാം. അന്നേരമാണ് നമ്മൾ റോമാലേഖനം 5 നമ്മൾ പ്രത്യേകം പരിഗണിക്കുക. റോമാലേഖനം 5 നമ്മൾ വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയും, പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ സ്നേഹം പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുക. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ നിറയ്ക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ എന്നുള്ള പാടുന്ന അത് ദൈവസ്നേഹം നിറയ്ക്കണമേ എന്ന് പാടുക. അപ്പോൾ ദൈവസ്നേഹം കൊണ്ട് ഉത്തേജിതരായി ജീവിക്കാൻ എന്നും നമുക്ക് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ 2 കൊരിന്ത്യർ നമ്മളോട് പറയുന്നു 5:14 ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ ഉത്തേജിപ്പിക്കുന്നുവെന്ന്. ഈ ഉത്തേജക മരുന്നുകളൊക്കെ ഉപയോഗിച്ച് ജീവിതം നശിപ്പിക്കുന്ന കുറേ ആളുകളുടെ ചിത്രങ്ങളോ അതിനോട് ബന്ധപ്പെട്ട് ഒത്തിരി സംഭവങ്ങളോ ഒക്കെ അനുദിനം പത്രത്തിലും ടി വിയിലൊക്കെ കാണുന്നവരാണ് നമ്മൾ. സന്ധിയില്ലാത്ത സമരം അങ്ങനെയുള്ള ആളുകളോട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി അതേക്കുറിച്ച് ഇറക്കിയ പ്രസ്താവനകളൊക്കെ നിങ്ങൾ പത്രത്തിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലൊക്കെ വായിക്കുന്നവരാണ്. ഉത്തേജക മരുന്ന് എന്ന് പറയുന്നത് അത് കളിക്കാർ പോലും ഉപയോഗിക്കാറുണ്ട്, കൂടുതൽ ഉത്തേജനം കിട്ടാൻ, ഓടാനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബലഹീനരായി നിൽക്കുന്നവർ. ചിലർക്ക് മദ്യപാനമായിരിക്കും, അല്പം വെള്ളം അടിച്ചാലേ നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഉത്തേജകമായി മാറും എന്ന് വിചാരിച്ച് മദ്യപാനത്തിലേക്കൊക്കെ പോയി ജീവിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ഉത്തേജനം ഇങ്ങനെയുള്ളതൊന്നുമല്ല. നമുക്ക് ഉത്തേജനം കർത്താവിൻ്റെ സ്നേഹമാണ്. പിന്നെ ഈ ഉത്തേജനത്തിൻ്റെ ആവശ്യമുള്ള വേറൊരു മേഖല എന്ന് പറയുന്നത് നമ്മളെല്ലാം പതിവ് പോലെ ചെയ്യുന്നവരാണ്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 7:22 കർത്താവ് നിങ്ങളെ ഞാൻ അറിയലെന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. കാരണം നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും നിങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവർ നിങ്ങളെ സ്തുതിക്കാനോ പുകഴ്ത്താനോ അല്ലെങ്കിൽ നിങ്ങളെ പുണ്യവാന്മാരായിട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ല, മറിച്ച് നമ്മളൊക്കെ ചെയ്യുന്ന ഓരോ കാര്യം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞവരായ അതുകൊണ്ട് പ്രേരിതരായി ചെയ്യുമ്പോഴേ അതിന് തമ്പുരാന് മുമ്പിൽ വിലയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളുടെ നിയോഗങ്ങളൊക്കെ മാറേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം നമ്മുടെ ആത്മീയ കാര്യങ്ങൾ തന്നെ ആവട്ടെ. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ പ്രാർത്ഥനയൊക്കെ ദൈവസ്നേഹം കൊണ്ട് ഉത്തേജിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയായി മാറുക. നമ്മൾ ജപമാല ചൊല്ലുന്നവരാ വീടുകളിലൊക്കെ, അല്ലെങ്കിൽ അതുപോലുള്ള പ്രാർത്ഥനകളൊക്കെ അനുഷ്ഠിക്കുന്നവരാണ്. അതൊരു പതിവ് പോലെ, ഒരു ചടങ്ങ് പോലെ ആകാതെ എൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത് കൊണ്ട്, ആത്മാവിനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ സ്നേഹത്തിൻ്റെ ദൈവസ്നേഹം നിറവിലാണ് ഞാൻ ചെയ്യുക, ഞാൻ പ്രാർത്ഥിക്കുക എന്ന് വരട്ടെ. അപ്പോൾ അത് കുറേ കൂടി ദൈവികമായ ഒരു പ്രവൃത്തിയായിട്ട് മാറുമെന്ന് നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 7:36 2 വ്യക്തികൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്നൊരു ഫരിസേയന. ഈ ഫരിസേയൻ കർത്താവിനെ വിരുന്നിന് ക്ഷണിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു ശിമയോൻ എന്ന് പറയുന്ന ഒരു ഫരിസേയൻ, അവന് ദൈവാനുഗ്രഹം എന്തോ കൃപകളൊക്കെ കിട്ടിയൊരു മനുഷ്യനാണ്. പണ്ട് അവൻ്റെ കുഷ്ഠരോഗിയായിരുന്നു ശിമയോൻ എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഈ ശിമയോൻ കർത്താവിനെ വിരുന്നിന് ക്ഷണിക്കുന്നത് അതുമുഖാന്തരം സമൂഹത്തിൽ തനിക്ക് അല്പം കൂടെ വില കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരൊക്കെ എന്നെ കൊള്ളാവുന്നവനായിട്ട് കാണും. ഒരു കൊള്ളാവുന്ന വ്യക്തിയുമായുള്ള സംസർഗം ഇവനെയും കൂടെ കൊള്ളാവുന്നവനാക്കും. അതല്ലേ മുല്ലപ്പൂവിനും കഥ പാട്ട് പാടുമ്പോൾ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കുന്ന കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറയുന്ന പോലെ യേശുവിനെ പോലുള്ള ദൈവികനായ ഒരു വിരുന്നുകാരനെ വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ വ്യക്തി അവിടെ സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ തൻ്റെ നിലവാരം അല്പം കൂടി ഉയരും എന്ന് ചിന്തിച്ചത് കൊണ്ടാവണം ഒരു പക്ഷേ അയാൾ യേശുവിനെ വിരുന്നിന് ക്ഷണിച്ചത്. പക്ഷേ അവിടെ മറ്റൊരു വ്യക്തി നമ്മൾ കാണുന്നുണ്ട്. ആ വിരുന്നുശാലയിലേക്ക് ആരുടെ അനുവാദം വാങ്ങാതെ കടന്നു വരുന്ന ഒരു സ്ത്രീ. അവളവിടെ വന്നിട്ട് കർത്താവിൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് അവിടെ കണ്ണീരുകൊണ്ട് പാദങ്ങളൊക്കെ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും സുഗന്ധവും പൂശുകയും ഒക്കെ ചെയ്തു. നമുക്കറിയാം, കഥ നമുക്കറിയാം. ഇനി നോക്കണം, കർത്താവ് പറഞ്ഞൊരു കമൻ്റുണ്ട്. ഈ കമൻ്റ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവൾ അധികം സ്നേഹിച്ചത് കൊണ്ടാണ് അവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടത്. അപ്പോൾ ഈ അധികം സ്നേഹിക്കുന്ന ആ സ്നേഹമാണ് പാപങ്ങൾ ക്ഷമിക്കാൻ കാരണമായി നിൽക്കുക.
അപ്പോൾ സ്നേഹിക്കുന്നത് കൊണ്ട് ചെയ്യുക. സ്നേഹിച്ചതുകൊണ്ടാണ്, അവൾ അധികം സ്നേഹിച്ചുകൊണ്ടാണ് അവൾ വളരെ താഴ്ന്ന ഈ കാര്യം കർത്താവിൻ്റെ പാദങ്ങൾ കഴുകുന്ന, കണ്ണീര് കൊണ്ട് പാദങ്ങൾ കഴുകുന്ന, മുടി കൊണ്ട് തുടയ്ക്കുന്ന, അല്ലെങ്കിൽ സുഗന്ധയിലും പൂശുന്ന കാര്യം ചെയ്തത്. അല്ലാതെ ശിമയോനെ പോലെ ആളുകളുടെ ഇടയ്ക്ക് തനിക്കൊരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നില്ല. അപ്പോൾ അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിത്തീരുന്നു എന്ന് പറയുന്നതിനകത്തൊരു ദൈവികമായ മൂല്യമുണ്ട് സഹോദരങ്ങളെ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, എനിക്ക് പണ്ടൊരു കാർഡ് അയച്ചു. അതിനകത്ത് ഒരു സെൻറ്റൻസ് ഉണ്ട്: ഐ ആസ്ക്ഡ് ജീസസ് ഹൗ മച്ച് ഡു യു ലവ് മീ. ഞാൻ യേശുവിനോട് ചോദിച്ചു, നീ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നുവെന്ന്. അതിന് ബാക്കി അതുപോലെയാണ്: ഹീ സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ഹാൻഡ്സ് ഓൺ ദി ക്രോസ് ആൻഡ് സെഡ് ദിസ് മച്ച്. കുരിശിൽ കൈ വിരിച്ച് പിടിച്ചുകൊണ്ട് യേശു എന്നോട് പറഞ്ഞു, ഐ ലവ് യു ദിസ് മച്ച്. അപ്പോൾ അതിന് അളവൊന്നുമില്ല. നമുക്കറിയാം, നമ്മൾ ചെറിയ മക്കളോടൊക്കെ ചില കാര്യങ്ങൾ ചോദിക്കുക, ആരോടാ കൂടുതൽ ഇഷ്ടം, പപ്പായോടാണോ മമ്മിയോട്? ചില ഇവിടെ രണ്ടുപേരും ഇഷ്ടമാണെന്ന് പറയും. ഞാൻ ചോദിക്കുക ഒരു കുട്ടിയോട്, എന്നോട് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ പറയും, ആ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവും. ആ എന്നൊക്കെ പറയും. എന്തേലും ഇഷ്ടമുണ്ട്. പപ്പായോടും മമ്മിയോടും കൈ വിരിച്ച് പിടിച്ചാൽ എന്തുമാത്രം ഇഷ്ടമുണ്ടോ അത്ര ഇഷ്ടം. എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറഞ്ഞിരിക്കും ഇത്രയുണ്ടെന്ന്. ചെറിയ വിരൽ കൊണ്ട് കാണും, ചെറിയ വിരൽ കൊണ്ട് ഇത്രയും ഇഷ്ടമുണ്ടെന്ന് കൊച്ചു പറഞ്ഞിരിക്കും. ഓർക്കണേ. അപ്പോൾ ഇവിടെ പറയുകയാണ് ഈശോ നമ്മോട്, ഐ ലവ് യു ദിസ് മച്ച്. രണ്ട് കരങ്ങളും കുരിശിൽ വിരിച്ച് പിടിച്ചുകൊണ്ട് കർത്താവ് പറയുന്നു, ഐ ലവ് യു ദിസ് മച്ച്. ആ ഒരു സ്നേഹമാണ് സഹനങ്ങളിലേക്ക് യേശുവിനെ നയിച്ചത്. സ്നേഹിച്ചതുകൊണ്ടാണ് ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ പോലും ബലി കൊടുത്തത് എന്ന് പറയുമ്പോൾ സ്നേഹമായിരുന്നു ഈശോയെ പോലും ഉത്തേജിപ്പിച്ചിരുന്നത്. അതും നമ്മോട് അർഹതയില്ലാത്ത നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് അവൻ ഈ കുരിശിൽ ഈ സഹനങ്ങളൊക്കെ ഏറ്റെടുത്തത് എന്ന് നമ്മൾ ഓർക്കുന്നു. നമുക്കതുകൊണ്ട് സഹോദരങ്ങളെ ഇങ്ങനൊരു തത്വം പറയാറില്ലേ, എന്ത് പ്രവൃത്തിക്കും പിറകിൽ ഒരു ഭാഷയുണ്ട് എന്ന്. അത് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് പ്രവൃത്തിക്ക് പിറകിൽ ഒരു ഭാഷയുണ്ട്. നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും പിറകിലുള്ള നമ്മുടെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാകട്ടെ. അപ്പോൾ വ്യത്യാസമുണ്ടാകും കാര്യങ്ങൾക്കൊക്കെ. നമുക്ക് നമ്മളോട് ഇടപഴകുന്നവർക്കൊക്കെ ആ സ്നേഹം മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അവരും അതനുസരിച്ച് പ്രതികരിക്കും. അതുകൊണ്ട് സ്നേഹം കൊണ്ട് ഉത്തേജിപ്പിക്കപ്പെട്ടവരായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, അത് നമ്മുടെ പ്രാർത്ഥനയാകട്ടെ, നമ്മുടെ ശുശ്രൂഷകളാകട്ടെ, നമ്മുടെ ജോലികളാകട്ടെ, നമ്മുടെ ഇടപഴകുന്ന വ്യക്തികളുമായിട്ട് നമ്മുടെ ബന്ധങ്ങളാകട്ടെ, എല്ലാം സ്നേഹം കൊണ്ട് ഉത്തേജിപ്പിക്കപ്പെട്ടതായിട്ട് മാറുമ്പോൾ വലിയ മാറ്റം നമുക്ക് അനുഭവപ്പെടും. അത് മറ്റുള്ളവർക്കും അനുഭവപ്പെടും നമുക്ക്. അതുകൊണ്ട് കർത്താവിന് സ്നേഹം എന്നെ പ്രേരിപ്പിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നമ്മളെ കർത്താവിന് സ്നേഹം എല്ലാത്തിനും പ്രേരിപ്പിക്കട്ടെ, ഉത്തേജിപ്പിക്കട്ടെ. അതിലൂടെ നമുക്ക് പുതിയ പുതിയ മാനങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കട്ടെ. ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സഹോദരങ്ങൾ, നമുക്ക് അല്പസമയം ഇനി കണ്ണുകളൊക്കെ അടച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ ആരംഭിച്ചതായ ശുശ്രൂഷ, ആ നന്ദിയുടെ മനസ്സോടുകൂടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിച്ച് തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. ആ നന്ദിയുടെ ഒരു മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് വീണ്ടും പ്രവേശിക്കാം. കണ്ണുകളൊക്കെ അടച്ച് കരങ്ങൾ കൂപ്പി മനസ്സിലേക്ക് ശ്രദ്ധയെല്ലാം കേന്ദ്രീകരിച്ച് ഹൃദയം ഉണർത്തി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെ സ്നേഹിക്കുന്ന ദൈവപിതാവിൻ്റെ ആ സാന്നിധ്യബോധം നമുക്ക് ഓർമ്മിക്കാം. പിതാവ് എന്നെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ ആടുകൾക്ക് വേണ്ടി ജീവൻ പോലും ബലി കൊടുത്ത് എന്നെ സ്നേഹിച്ച കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയുന്ന പരിശുദ്ധാത്മാവ് സ്നേഹമായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവും പരിപാലനയും അനുഗ്രഹവും ആശീർവാദവും ഒക്കെ നമ്മൾ നിറയാൻ സ്നേഹം തന്നെയായ ദൈവമേ, ഞങ്ങളെ നിൻ്റെ കരങ്ങൾ ഉയർത്തി ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് നമ്മുടെ എല്ലാ യാചനകളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ആളാണല്ലോ പരിശുദ്ധ അമ്മ. നമ്മുടെ ഇന്നത്തെ എല്ലാ നല്ല നിയോഗങ്ങളെയും പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് നമ്മുടെ ഈ ദിവസത്തെ ജീവിതത്തെയും പ്രവൃത്തിയെല്ലാം സമർപ്പിച്ച അമ്മേ,
ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. ഈ ദിവസം നമ്മുടെ നിയോഗങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സ്വർഗീയ മധ്യസ്ഥരെയെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ പേരിൻ്റെ കാരണഭൂതനായ വിശുദ്ധനെ അല്ലെങ്കിൽ വിശുദ്ധയെ നമുക്ക് ഓർത്തുകൊണ്ട്, അതുപോലെ എല്ലാ വിശുദ്ധരെയും സകല മാലാഖമാരെയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നാം അനുസ്മരിച്ചുകൊണ്ട് അവരുടെയൊക്കെ മധ്യസ്ഥതയിലൂടെ നമുക്ക് പ്രത്യേകമായിട്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. മരിയ കൂടാരങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരെ നമുക്ക് മറക്കാതിരിക്കാം. അവർക്ക് വേണ്ടി ജപമാലയൊക്കെ ചൊല്ലി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടുന്നവരാണ്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ ഉള്ള ഒരുപാട് മനുഷ്യരെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ കൈപിടിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ പ്രത്യേകമായും ഓർത്തുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ഇന്ന് ഈ സമയം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ നല്ല നിയോഗങ്ങളൊക്കെ കർത്താവ് നമുക്ക് സാധിച്ചു തരട്ടെ. ഈ ദിവസം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ ഈ ശുശ്രൂഷ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഗുഡ്നസ് ടിവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഡിവൈൻ സെൻറ്ററിനെ നമുക്ക് പ്രാർത്ഥന എപ്പോഴും ഓർത്തിരിക്കണം. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ വിജയങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, എല്ലാ അധ്വാനങ്ങളെയും ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്കൊക്കെ കാരണഭൂതമായി നിൽക്കുന്ന ഈ വലിയ ശുശ്രൂഷാ കേന്ദ്രത്തെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ സേവനം ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ പേരിൻ്റെ കാരണഭൂതനായ വിശുദ്ധനെ ഒക്കെ നമുക്ക് അനുസ്മരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ളവരെ ഒരിക്കലും മറക്കാതിരിക്കാം. നമുക്ക് അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മളെല്ലാ പ്രാർത്ഥനകളും സഭയോട് ചേർത്താണ് പ്രാർത്ഥിക്കാറുള്ളത്. പരിശുദ്ധ മാർപ്പാപ്പായെ നമുക്ക് ഓർമ്മിക്കണം. അതുപോലെ മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, മരിയ കൂടാരങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ, അങ്ങനെയുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്കെല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിറയാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകളൊക്കെ അടച്ച് പ്രാർത്ഥിച്ചിരിക്കാം. നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ, ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ അകന്നിരിക്കാൻ വയ്യ, ഹൃദയം തുടിക്കുന്നു. നിത്യത മാത്രമാണെന്ന ഭയം, തിരുവോസ്തിയായൻ ഹൃദയത്തിൽ വാഴുവാൻ വെമ്പുന്ന സ്നേഹമേ ആരാധന. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ, ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ
പങ്കുവെക്കാനിനി ഒന്നുമില്ല, പങ്കിട്ടു നൽകുവാനൊന്നുമില്ല. അവസാന തുള്ളി രക്തവും ചിന്തി നീ, അവസാന തുള്ളി രക്തവും ചിന്തി നീ എൻ പാപശിക്ഷകൾ ഏറ്റെടുത്തു. യേശുവേ എൻ രക്ഷകാ, അങ്ങെപ്പോലീ ഭൂവിൽ വേറെ ആരുമില്ല പ്രഭോ. അങ്ങാണെൻ ജീവിതത്തിൻ ആത്മരക്ഷ. തുറന്നു വയ്ക്കും എൻ്റെ ഹൃദയമിതും, അങ്ങേക്കു വാഴുവാൻ യോഗ്യമല്ല. മമ ശ്വാസം പോലും നിർമ്മലമായിടും, മമ ശ്വാസം പോലും നിർമ്മലമായിടും. തിരുമാംസരക്തമൊന്ന് രുചിച്ചിടുകിൽ. യേശുവേ എൻ രക്ഷകാ, അങ്ങെപ്പോലീ ഭൂവിൽ വേറെ ആരുമില്ല പ്രഭോ. അങ്ങാണെൻ ആത്മഭോജ്യം ജീവനുമേ. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ, ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ അകന്നിരിക്കാൻ വയ്യ, ഹൃദയം തുടിക്കുന്നു. നിത്യത മാത്രമാണെന്ന ഭയം. തിരുവോസ്തിയായൻ ഹൃദയത്തിൽ വാഴുവാൻ വെമ്പുന്ന സ്നേഹമേ ആരാധന. കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ കൃപ നിറയുന്ന മനസ്സുകളിൽ അതെല്ലാം അനുഗ്രഹമായി വരും. അതുകൊണ്ട് നിങ്ങളുടെ ഈ ദിവസം ഒരു മനോഹരമായ ദൈവകൃപ നിറഞ്ഞ ദിവസമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ആമേൻ.